ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കിട്ടിയ മീനും മാലാൻ തന്നെ കേട്ടാ. ഈ മാലാനില്ലേ അച്ഛന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഈ ഇടയ്ക്ക് ഞാൻ ലാസ്റ്റ് വീഡിയോ ഇട്ട മാലാൻ്റെതാണ്. അപ്പോൾ അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിന്. ഈ മീൻ ഭയങ്കര ഇഷ്ടമായിട്ടോ അച്ഛന്. അപ്പോൾ ഇന്ന് കണ്ടപ്പോൾ ഇന്നും അതന്നെ വാങ്ങി. ഈ മീനിന് ഇവിടെ നല്ല വിലക്കുറവുണ്ട്. പക്ഷേ ആ കണ്ണൂർ പയ്യന്നൂർ ഭാഗത്തില്ലേ അത് നല്ല വിലയാണെന്ന് അച്ഛൻ പറഞ്ഞ കേട്ടോ. അപ്പോൾ അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട മീൻ തന്നെ ഇന്ന് വാങ്ങിയിട്ട് കറിയാക്കാമെന്ന് വിചാരിച്ചു. ഇത് പയ്യന്നൂർ ഭാഗത്തിൽ നല്ല വിലയാണെന്നാണ് അച്ഛൻ പറഞ്ഞത് കേട്ടോ. ഇവിടെ കുറച്ച് ലാഭത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 100 റുപ്യ കൊടുത്തിട്ട് മാലാൻ വാങ്ങി. കുറേ ഇല്ലേ, വലിയ മീനും അല്ലേ. അപ്പോൾ അതെല്ലാം മുറിച്ച് വെക്കുമ്പോഴത്തേക്കില്ലേ അരിക്ക് വെള്ളം വെച്ചിട്ടാണ് മീൻ മുറിക്കാൻ പോയിന്. വെള്ളമെല്ലാം തിളച്ച് അരിയിടാൻ വേണ്ടിയിട്ട് നോക്കലാന്ന്. എല്ലാം കഴുകി എടുക്കട്ടെ. ഇതിങ്ങനെ ഒരു ശീലമാണ്. ഈ മുറത്തിലിട്ടിട്ടൊന്നിങ്ങനെ എല്ലാം ഒന്ന് നോക്കലട്ടെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. എനിക്കൊരു സംശയമാണ്, മുടിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് കേട്ടോ. കല്ലോ കുത്തനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന്. എന്നാൽ ഒന്നുമില്ലയെന്ന് അറിഞ്ഞപ്പോൾ വെള്ളത്തിലിട്ട് നല്ലപോലെ കഴുകിയിട്ട് അരി തിളച്ചതിലേക്ക് ഇട്ടട്ടെ. വെള്ളം തിളച്ചതിലേക്ക് ഇട്ടേ. അപ്പോൾ ഇതാ എനിക്ക് ഈ ചോറ് മാത്രം ഞാൻ ഇതിൽ വെക്കും. ഇടയ്ക്ക് കറിയാക്കും. അപ്പോൾ അവിയലോ സാമ്പാർ അങ്ങനെയെല്ലാം ഇടയ്ക്ക് ആക്കും കേട്ടോ. ഇറച്ചിക്കറി അങ്ങനത്തെയെല്ലാം. പിന്നെ ഇത് ചോറ് ഇതിൽ തന്നെ ഉണ്ടാക്കും. ഗ്യാസിൽ ഉണ്ടാക്കലേ ഇല്ല. അത് കുറേ വിറകുണ്ട് റബ്ബറിൻ്റെ. അപ്പോൾ അതെല്ലാം വേഗം കത്തുന്ന വിറകല്ലേ. അന്നേരം ഇതിൽ കത്തിച്ചിട്ട് ഉണ്ടാക്കാൻ വേണ്ടി നല്ല സുഖമാണ് കേട്ടോ. പിന്നെ ഇതിൽ കത്തി തിളച്ച് വന്ന ചോറിനൊരു ടേസ്റ്റും അല്ലേ. അപ്പോൾ ഇതാ ആ മീനിലേക്ക് ഞാൻ അരവിന് വേണ്ടിയിട്ട് മല്ലിപ്പൊടി 2 സ്പൂണ് മുളക് പൊടിയും ചേർത്തിട്ടാണ് ഇങ്ങനെ ഒന്ന് വറുത്തിട്ടാണ് കേട്ടോ തേങ്ങയുടെ കൂടെ അരച്ചിട്ട് ഉണ്ടാക്കുന്നത്. അന്ന് ഞാൻ പച്ച തേങ്ങയും ഉള്ളി തക്കാളി പച്ചമുളക് എല്ലാം ഒരുമിച്ചിട്ട് അരച്ചിട്ട് പുളിയും പിഴിഞ്ഞൊഴിച്ചിട്ട് എല്ലാം ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയ കറിയാന്നേ. അത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ആ വീഡിയോ. ഇത് മല്ലിയും മുളകും ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് തേങ്ങയുടെ കൂടെ അരച്ചിട്ട് പിന്നെ അതിലേക്ക് കഷ്ണങ്ങൾ മുറിച്ചിടുന്ന അരക്കുന്നില്ല. ഒരു തക്കാളി, ഒരു കഷ്ണം ഉള്ളി, 2-3 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി എല്ലാം കൂടി മുറിച്ചിട്ടിട്ട് വാളംപുളിയില്ലേ അതും പിഴിഞ്ഞ് ഒഴിക്കാൻ വേണ്ടിയിട്ട് പുതിർത്ത് വെച്ചിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടി പിഴിഞ്ഞൊഴിച്ചിട്ട് അത് കുറച്ച് പുളി കുറവില്ല പുളിയാണ് ഇത്. എന്നിട്ട് അതും കൂടി കത്തിച്ചിട്ട് അവിടെ തിളക്കുമ്പോഴേക്കും നമുക്ക് തേങ്ങ അരച്ചിട്ട് വെക്കാം. തേങ്ങയിൽ കുറച്ച് വെളുത്തുള്ളി ഇട്ടിന് കേട്ടോ. 3-4 അല്ലി വെളുത്തുള്ളി. അപ്പോൾ ഈ വറവാക്കിയതും കൂടി ഇതിലേക്ക് നമുക്കിടാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല മഷി പോലെ അരച്ചെടുക്കണേ. അപ്പോൾ ഇത് അരച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് മിക്സി കഴുകിയ ജാറിലെ വെള്ളവും എല്ലാം കൂടി ഒഴിച്ചിട്ട് ഈ മീനിട്ട് കഴിയുമ്പോൾ കുറച്ച് കഷ്ണം അധികമില്ലേ അതും തക്കാളി ഉള്ളി എല്ലാം ഒന്ന് ഒരുമിച്ച് വെന്തെല്ലാം ആകുമ്പോഴേ അത് ഒന്ന് വറ്റി വരുമ്പോൾ നല്ല ഇതാണ് കുറുകി വരും. അപ്പോൾ കുറച്ച് വെള്ളം അധികമായി തോന്നുകയാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉപ്പൊന്ന് നോക്കിയിട്ട് ഉപ്പിലേക്ക് ഇട്ട് കൊടുക്കണം. മീനിൻ്റെ കഷ്ണങ്ങളെല്ലാം അരവെല്ലാം തിളച്ചതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കുക. പകുതിയെ ഞാൻ അടക്കുന്നില്ല കേട്ടോ. ഇതിൽ തിളച്ച് മറിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ ഒരു രുചി പോകും. പിന്നെ മീനിൻ്റെ കഷ്ണം ഇങ്ങനെ തിളക്കുന്നുണ്ട് കേട്ടോ. വെന്തിട്ടാൽ തിളക്കുന്നത്ര. അപ്പോൾ എൻ്റെ അരിയും എല്ലാം കൂടെ തിളച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് വേവ് അധികമില്ല ഇതാണ് ചോറാണ്. അപ്പോൾ കുറച്ചും കൂടി സമയം വേവാനുണ്ട്. മീനും അങ്ങനെ തന്നെ ഉപ്പെല്ലാം നോക്കി എല്ലാം കറക്റ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് നാരങ്ങയുള്ള ഈ തേനൊഴിച്ചിട്ട് ഉണ്ടാക്കി കുടിക്കുന്ന കേട്ടോ. കുറച്ച് തടി മെലിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നോക്കലാണ്. അപ്പം കുറച്ച് ക്ഷീണമുണ്ട്. ഭക്ഷണമെല്ലാം കുറക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഇങ്ങനെ കുറക്കുമ്പോൾ ഒരു ക്ഷീണം ഉണ്ടാവില്ലേ. പിന്നെ ഇതാ ഒരു കുമ്പളങ്ങേര കഷ്ണവും ഒരു 3-4 പച്ചപ്പയറും കൂടി ഒരുമിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് കുക്കറിൽ ഒരു 2 വിസിൽ വരുന്നവരെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അതൊരിങ്ങനെ ഓലം പോലെ തേങ്ങാപ്പാലൊന്നും ഒഴിക്കാണ്ട്. അപ്പോൾ ഈ മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ചുവന്നുള്ളി കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് കാച്ചി ഒഴിക്കാം. അത് ഒഴിക്കുന്ന വീഡിയോ ഇപ്പോൾ ഞാൻ എടുക്കില്ല കേട്ടോ. അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല മീൻ കറിയുടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ മാലാൻ കറിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇതാ ഇതിൻ്റെ വീടും അടപ്പും ഞാൻ തുറന്ന് നോക്കി കേട്ടോ. അപ്പോൾ ഇതാ നല്ല അതിൽ വെന്തിട്ടുണ്ട്. അങ്ങനെ അതിലേക്കും കടുകും ചുവന്നമുളകും കറിവേപ്പിലയും കൂടി വറവാക്കിയ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് പിന്നെ
ഇത്ര പോലെ കഷ്ണം ഞാൻ മാറ്റി വെച്ചിനി. അങ്ങനെ അതും കൂടി പൊരിച്ചു എല്ലാവരും ചോറുണ്ടു. ബൈ.